സന്ദീപേ, നീ ആരോട് ഈ സംസാരിക്കുന്ന അറിയാവോ? എന്റെ ഏട്ടൻ എന്ന് പറയുന്ന ദൈവം മരമണ്ടനോട്. അയ്യോ, അർച്ചനയുടെ തിരക്കി ഈ ലോകം മുഴുവൻ നടക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ കേസ് നല്ലപോലെ നടത്തി എല്ലാം നഷ്ടപ്പെട്ട സ്വത്തുക്കളും തിരിച്ചു പിടിക്കാറുന്നില്ലേ? എത്ര കൊല്ലായി സ്വന്തം ഭാര്യ തിരക്കി നടക്കാൻ തുടങ്ങിയിട്ട്. ഏട്ടത്തിയെ ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല. നീ എന്താ പറഞ്ഞേ? എന്റെ അർച്ചന തിരിച്ചു വരില്ലെന്നോ? നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്റെ മുഖത്ത് നോക്കിയത് പറയാൻ? ഞാൻ ഇനിയും പറയും, അർച്ചനയുടെ തിരിച്ച് വരില്ല 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 വരില്ല. നിങ്ങൾക്ക് എന്നെ തല്ലാം കൊല്ലാം. പക്ഷേ പറയാനുള്ള സത്യം ഞാൻ വിളിച്ചു പറയും. കേസിന്റെ കാര്യത്തിനെന്ന് പറഞ്ഞ് ഒരുത്തിയുടെ കൂടെ 24 മണിക്കൂർ കറങ്ങി നടക്കുന്നുണ്ടല്ലോ. ആ വക്കീല് നിങ്ങളും തമ്മില് എന്താ ബന്ധം? അതെ, അതത്ര പവിത്രമായ ബന്ധമൊന്നുമല്ലെന്ന് എനിക്കറിയാം. സച്ചി, ഇനി എന്നെ തൊട്ടുപോകരുത്. സത്യം പറഞ്ഞ കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടല്ലേ? ഞാൻ കള്ളു കുടിച്ചതും എന്റെ മോൾക്ക് ഉടുപ്പ് വാങ്ങിയതൊന്നും നിങ്ങളുടെ ആരുടെയും പണം കൊണ്ടല്ല. പിന്നെ മോതിരം മോഷ്ടിച്ച കുറ്റം എന്റെ തലയിൽ ആരും കെട്ടിവെക്കാൻ നോക്കണ്ട. മോതിരം നഷ്ടപ്പെട്ടെങ്കിലേ അതിന് ഉത്തരവാദി നിങ്ങളെല്ലാം തന്നെ ആയിരിക്കും. എന്റെ ഭാര്യയുടെ മോതിരം മോഷ്ടിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. അങ്ങനെ പറഞ്ഞ് നീ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. നീ തന്നെ എടുത്തത്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ നീ കൊണ്ടുപോയി കേസ് കൊടുക്കണി. അല്ല പിന്നെ താനും രാജീവും തമ്മി പ്രേമിച്ചാ കല്യാണം കഴിച്ചതല്ലേ? അതെ, ഞങ്ങള് പണ്ടേ ഇഷ്ടത്തിലായിരുന്നു. അമ്മയ്ക്കും ഗോകുലിനും പക്ഷേ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്തു? നിങ്ങൾ ഒളിച്ചോടിയോ? അങ്ങനെ ഒരുപാട് ദൂരമൊന്നും ഓടേണ്ടി വന്നില്ല. ഒരു അമ്പലത്തിൽ പോയങ്ങ് മാലയിട്ടു, രജിസ്റ്റർ ഓഫീസിൽ പോയി മാരേജ് രജിസ്റ്ററും ചെയ്തു. എന്നിട്ടെന്താ, രാജീവേട്ടനും കൂട്ടി ഞാൻ നേരെ എന്റെ വീട്ടിലേക്ക് പോയി. വീട്ടുകാരറിയാതെ കല്യാണം കഴിച്ച ചെറുക്കനെ കൊണ്ട് പെണ്ണ് അവളുടെ വീട്ടിലേക്ക് പോയെന്നോ? അത് കോമഡിയാണല്ലോ. ഇപ്പൊ ആലോചിക്കുമ്പോ കോമഡിയാ, പക്ഷേ അന്ന് അനുഭവിച്ച ടെൻഷൻ, അയ്യോ അതാലോചിക്കാനേ വയ്യ. അന്നത്തെ സാഹചര്യം അതായതുകൊണ്ട് അങ്ങനെ വേണ്ടി വന്നു. നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റിലാണ് രാജീവിന് അപകടം പറ്റിയതല്ലേ? അല്ല, അതിന്റെ പിറ്റേന്നാ. എന്തൊരു ഷോക്കിംഗ് ന്യൂസാ അത്. വീട്ടുകാരുടെ സമ്മതമില്ലാതെ സ്നേഹിച്ച ഒരാളെ കല്യാണം കഴിക്കുക, കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം ഹസ്ബൻഡ് വലിയൊരു അപകടത്തിൽ പെടുക, അതിൽ അയാളുടെ ശരീരം പൂർണ്ണമായിട്ടും തളർന്നു പോവുക. ശിശിരെ സമ്മതിക്കണം. ശിശിരയുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ തൊട്ടടുത്ത കട്ടിലിൽ ഞാനും തളർന്നു കിടന്നേനെ. അയ്യോ, ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, തന്റെ അവസ്ഥ ഓർത്തിട്ട് പറഞ്ഞു പോയതാ. രാജീവിന് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആൾക്ക് സ്വാഭാവികമായും ശത്രുക്കൾ ഉണ്ടാകും. പക്ഷേ രാജീവേട്ടന്റെ അവസ്ഥ ഇത്രയ്ക്ക് മോശമാവാൻ മാത്രം ശത്രുത ആർക്കെങ്കിലുമൊക്കെ ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. തലനാരിഴയ്ക്ക രാജീവേട്ടൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്റെ രാജീവേട്ടനോട് ഇത് ചെയ്തത് ആരായാലും അവര് പാമ്പ് കടികൊണ്ട് ചാവും.
ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. രാജീവ് എപ്പോഴെങ്കിലും തന്റെ ഏതെങ്കിലും ശത്രുക്കളെ കുറിച്ച് ശിശിരോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരെക്കുറിച്ചും എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും രാജീവേട്ടനോട് ശത്രുതയുള്ള ആരെങ്കിലും ആയിരിക്കുമല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. അതാരായാലും എന്റെ ശാപം ഫലിക്കും, അതുറപ്പാ. ഉറപ്പായിട്ടും ഫലിക്കോ? ഉറപ്പായിട്ടും ഫലിക്കും. രാജീവേട്ടൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. പുറമേ കാണുന്നവർക്ക് പരിക്കനാണെന്ന് തോന്നുമെങ്കിലും ആർക്കും അറിഞ്ഞുകൊണ്ട് ഒരു ഉപദ്രവവും ചെയ്യാത്ത ആളാ എന്റെ രാജീവേട്ടൻ. ശിശിര വിഷമിക്കണ്ട, എന്തായാലും ACP അന്വേഷിക്കുന്നുണ്ടല്ലോ, എല്ലാം ശരിയാവും. നീ പൊടി പുല്ലേ, നിന്റെ ഒരു ശാപവും എനിക്ക് കേൾക്കില്ല. നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. അതിനാ നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. അല്ലാതെ നിന്നെ ആശുപത്രി കൊണ്ടുവിടാൻ എനിക്ക് തലയ്ക്ക് വട്ടൊന്നുമില്ല. എന്താ? എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ആളാ സമൃദ്ധ. ഇത്രയും നന്മയുള്ളൊരു ഭാര്യയെ കിട്ടിയ ഗോകുൽ ശരിക്കും ഭാഗ്യവാനാ. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു പാവമാ സമൃദ്ധ. നീ പറഞ്ഞത് 100% ശരിയാ. ഒരു പരിചയം ഇല്ലാതിരുന്നിട്ടും ഒരു ആപത്ത് വന്നപ്പോ എന്നെ മോളെ രക്ഷിച്ചതും ജീവിതത്തിലേക്ക് തിരിച്ച് കൈപിടിച്ചു കൊണ്ടുവന്നതും സമൃദ്ധയാ. എത്ര നന്ദി പറഞ്ഞാലും ആ കടപ്പാട് തീരില്ല. സമൃദ്ധ അങ്ങനെയാ, ആർക്കും എന്ത് സഹായവും ചെയ്യും. പിന്നെ ചിപ്പിമോളെ കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് അവളുടെ കാര്യത്തിൽ കരുതലും ഉണ്ട്. ആ കരുതൽ അവന്തികയോടും കാണിച്ചു. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഇങ്ങനൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഈ സമൃദ്ധയുടെ ഫാമിലിയൊക്കെ എവിടെയാ?